കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്നു പറഞ്ഞു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് യേശു പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് ശിഷ്യന്മാർ ചോദിച്ചു. അപ്പോഴാണ് യേശു പറയുന്നത്, അത് മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. 21-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ നോക്കിക്കുക. സ്ഥലം ഗലീലയിൽ നിന്ന് പുറപ്പെട്ടിട്ട് യോർദാൻ കടന്ന് യഹൂദ്യ ദേശത്തിൻ്റെ അതിര് വന്ന് നിൽക്കുകയാണ്. അതായത് ഒരു ലോങ് ജേണിയാണ്. പിന്നീട് യേശു ഗലീലയിലേക്ക് പോയില്ല. ഇത് ക്രൂശീകരണത്തിന് വേണ്ടി പോകുന്ന യാത്രയാണ്. യെരുശലേമിനോടടുത്ത് നിന്നിട്ട് അപ്പോഴാണ് പരീശന്മാർ വന്നിട്ട് ഭാര്യയെ ഉപേക്ഷിക്കുന്നത്, ഡിവോഴ്സിൻ്റെ വിഷയത്തിൽ യേശുവിൻ്റെ അഭിപ്രായം ചോദിക്കുന്നതും യേശുവിൻ്റെ അഭിപ്രായം നമുക്ക് ഈ വിഷയത്തിൽ കിട്ടുന്നത്. അവിടെയും യേശു കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാതാണ് നല്ലത്. അപ്പോഴും യേശു പറയുന്നുണ്ട്, വരൻ ലഭിച്ചവരല്ലാതെ ആർക്കും സാധിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട്. മനുഷ്യൻ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുണ്ട്. ദൈവരാജ്യത്തെ പ്രതി ഷണ്ണന്മാരായ ഷണ്ണന്മാരുമുണ്ട്. കണ്ടോ, പ്രമാണമില്ലാത്ത ഒരു കാലം ഇന്നുകൊണ്ട്. പ്രമാണത്തിൻ്റെ പേരിലൊന്നുമല്ല, അല്ലാതെ കുടുംബമില്ലാതെ കഴിയുന്നവരുണ്ട്. പ്രമാണം അങ്ങനെ കുറേ ഷണ്ണന്മാരെ ആക്കിയിട്ടുണ്ട്. ഇത് രണ്ടുമല്ല, പൗലോസിനെ പോലെ ദൈവരാജ്യത്തിന് വേണ്ടി ഷണ്ണന്മാരായവരുണ്ട്. യേശു പ്രത്യേകം പറഞ്ഞു, വരൻ ലഭിച്ചവർക്കാണ് ഇത് ഉള്ളത്. പൗലോസ് ഇത് കൺഫേം ചെയ്യുന്നുണ്ട്. ഓരോരുത്തർക്ക് അതതിൻ്റെ കൃപാവരം നൽകിയിരിക്കുന്നു. ധനവാൻ എന്നൊരു വിഷയം വരുമ്പോഴാണ് നമുക്കെല്ലാവർക്കും ഡൗട്ട് അടിക്കുന്നത്. കർത്താവ് പാവപ്പെട്ടവരുടെ കർത്താവാണെന്ന് ഒരല്പമാത്രം കർത്താവിനെക്കുറിച്ച് അറിഞ്ഞ ഒരാൾ ടെലിവിഷനിൽ പറയുന്നത് കേട്ടു. അപ്പോൾ അവതാരകൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, യേശു ആർക്ക് വേണ്ടിയാണ്? അപ്പോൾ അദ്ദേഹം പറയുന്നത്, പാവപ്പെട്ടവർക്ക് വേണ്ടി വന്നതാണ്. യേശു എല്ലാ മനുഷ്യർക്കും വേണ്ടി വന്നതാണ്. പിന്നെ പണമാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ അത് മാറാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. ഇവിടെ തന്നെ നോക്കിക്കേ, ഒരു പ്രമാണക്കാരൻ വന്നിട്ട് ഞാൻ സ്വർഗരാജ്യത്തിൽ കടക്കാൻ അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിപ്പാൻ എന്ത് നന്മ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ യേശു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച്, നന്മ ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമല്ല സ്വർഗരാജ്യം. അവിടെയാണ് മതങ്ങൾ മാറി നിൽക്കുന്നത്. നന്മ ചെയ്തിട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണോ സ്വർഗരാജ്യം? നന്മ ചെയ്തിട്ട് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ സ്വർഗരാജ്യത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും? യേശുവാണ് അതിനുള്ള വഴി, യേശുവാണ് അതിനുള്ള മാർഗം, യേശുവാണ് അതിനുള്ള ജീവൻ. അപ്പോൾ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക എന്നുള്ള ഭാഗത്തിൽ ഈ മനുഷ്യൻ എന്തുകൊണ്ട് അഭിഷാദത്തോടെ മടങ്ങിപ്പോയത്? അവിടെ എഴുതിയിട്ടുണ്ട്, യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഇവനുള്ള സമ്പത്ത്, ഇവൻ പ്രമാണം എല്ലാം പാലിക്കുന്നവനാണെങ്കിൽ ഇവന് ദൈവാനുഭവമില്ല. ഇവൻ്റെ ജീവിതത്തിൽ ദൈവം ധനമാണ്. അതുകൊണ്ടാണ് നിനക്കുള്ളത് വിറ്റുകൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെ ചിന്ത മുഴുവൻ അതിലോട്ട് പോയി. ഞാൻ എല്ലാ സമ്പത്തും വിറ്റുകൊടുക്കണമെന്നുള്ള ചിന്ത വന്നു ഇവനെ. ഇങ്ങനെയാണ് കർത്താവ് ഓരോരുത്തരെ പിടിക്കുന്നത്. നമ്മളുടെ പ്രയോറിറ്റി, നമ്മളുടെ ആശ്രയം ധനത്തിലാണോ, മനുഷ്യരിലാണോ, പൊസിഷനിലാണോ, അതോ കർത്താവിലാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ വിടാൻ കർത്താവ് പറയുന്നത്. കർത്താവിന് ഇതൊക്കെ വലിയ കാര്യമാണോ? ആദാം തൊട്ട് ഇതുവരെ എല്ലാ തലമുറകളിലെയും മനുഷ്യരെ നടത്തിയവനല്ലേ ദൈവം? 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഇതുവരെ സഭയെ നടത്തുന്നില്ലേ? അപ്പോൾ ദൈവം ചെറിയ കാര്യങ്ങളുടെ ദൈവമാണോ? ചെറിയ കാര്യങ്ങളിൽ മനുഷ്യർക്ക് ഇടർച്ച വെക്കുന്ന ദൈവമാണോ? അല്ല, ദൈവം വലിയ ദൈവം തന്നെയാണ് അന്നും ഇന്നും. അവൻ ചെറിയ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നു, മാനിക്കുന്നു. പക്ഷേ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ അവൻ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുക. ഈ ധനവാൻ ആരാണ്? ധനവാൻ്റെ ലാസറിൻ്റെയും ഉപമയിലെ ധനവാൻ യഥാർത്ഥത്തിൽ ആരാണ്? അതൊരു പ്രമാണക്കാരൻ തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പ്രമാണക്കാരനല്ലേ സ്വർഗരാജ്യത്തിൽ കടക്കാത്തത്? ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാളും പ്രയാസം എന്ന് പറയുമ്പോൾ ഒരു പ്രമാണക്കാരൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ കാണുകയെന്നല്ലേ. അപ്പോൾ പ്രമാണത്തിൽ നിന്ന് ഒരുത്തൻ ക്രിസ്തുവിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യകതയല്ലേ ഒന്നി പറയുന്നത്.
അതുകൊണ്ടാണ് പത്രോസ് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങളിതെല്ലാം വിട്ടല്ലോ. യഥാർത്ഥത്തിൽ പത്രോസ് എന്ത് വിട്ടു? പത്രോസിനും അതറിയാമല്ലോ, ഞാൻ എന്നാ വിട്ടത് യഥാർത്ഥത്തിൽ. എന്നിട്ടും പത്രോസ് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ മറുപടി പോസിറ്റീവാണ്. നിങ്ങൾ പുനർജനനത്തിൽ, ഞാൻ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്നു. അപ്പോൾ ഇവരെ നോക്കിയിട്ട് പറയും നിങ്ങൾ എന്ന് പറയാൻ കാര്യം എന്താ? ഇവരെന്താ വിട്ടത്? വിട്ടത് ഇവരെ തന്നെയാണെന്ന് വിട്ടത്. ഇപ്പോൾ എല്ലാവരും യേശുവിൻ്റെ പുറകെ നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഇവർ ക്രിസ്തുവെന്ന നിന്ന ചുമന്നോട് നടക്കുക, കർത്താവിന് വേണ്ടി നിന്ന ചുമന്നോട് നടക്കുക, അവരെ തന്നെ കൊടുത്തിട്ട് നടക്കുക. നാളെ എന്താകുമെന്ന് ഓർത്തിട്ടല്ല, ഒന്നും ഓർക്കാതെ നടക്കുക. അതുകൊണ്ടാണ് പറഞ്ഞ നിങ്ങൾ പുനർജനനത്തിൽ. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ലജ്ജ വഹിക്കുന്നു, നിന്ന ചുമക്കുന്നു, നിങ്ങൾ മഹത്വത്തിൻ്റെ സിംഹാസനത്തിരിക്കും. ഇനി ഇവിടുത്തെ കാര്യമാണെങ്കിലോ, എന്നെ പ്രതി അല്ലെങ്കിൽ എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരങ്ങളെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. താഴെ എഴുതിയിട്ടുണ്ട് എൻ്റെ കൺഫർമേഷൻ. മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ മുമ്പന്മാരും. അത് 20-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. 11 മണിക്കൂർ ജോലി ചെയ്തവന് കൊടുത്ത അതേ കൂലി 1 മണിക്കൂർ ജോലി ചെയ്തവന് സ്വർഗം കൊടുക്കുന്നു. എനിക്കുള്ളതെല്ലാം കൊടുക്കുന്നതും എന്നെ തന്നെ കൊടുക്കാത്തവനാണ് ധനവാൻ. അങ്ങനെ കൊടുത്തവനാണ് പത്രോസും ശിഷ്യന്മാരും. ഗലാത്യലേഖനം പറയുന്ന പ്രമാണം ശിശുപാലകനാണ്. അത് വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിട്ട് ന്യായപ്രമാണത്തിന് കീഴെ നമ്മളെ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ന്യായപ്രമാണം നമുക്ക് ശിശുപാലകനായി ആക്ട് ചെയ്തു. വിശ്വാസം വന്ന ശേഷം ഇനി നാം ഈ ശിശുപാലകൻ്റെ കീഴിലല്ല. വിശ്വാസത്താൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ വാഗ്ദത്തപ്രകാരം അവകാശികളാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് വചനത്തെ പുനരുദ്ധരിച്ചു തരുമാറാകട്ടെ. ദൈവശക്തിയിൽ ആശ്രയിക്കാൻ, കർത്താവിനെ തന്നെ ലക്ഷ്യം വെക്കാൻ സ്വർഗം സഹായിക്കട്ടെ. ആമേൻ.